അർജുനും നമുക്കൊപ്പം ചേരുന്നുണ്ട്. അർജുൻ, ഇപ്പോൾ ജിബി തോമസ് കാണാതായ കുട്ടിയുടെ അച്ഛൻ്റെ സുഹൃത്ത് പറഞ്ഞതനുസരിച്ച് തൃപ്പൂണിത്തുറ വരെ കുട്ടി സഞ്ചരിച്ചിട്ടുണ്ട്. തൃപ്പൂണിത്തുറയിൽ നിന്ന് ആലുവയിലേക്കുള്ള ബസ്സിൽ കയറിയിട്ടുണ്ട്. കുട്ടിയും അമ്മയും കൂടിയാണ് കയറിയിരിക്കുന്നത്. പക്ഷേ അമ്മ ആലുവയിൽ ഇറങ്ങിയതിന് ശേഷം ഓട്ടോ പിടിച്ചു പോകുമ്പോൾ കുട്ടി അമ്മയോടൊപ്പം ഇല്ല. വീട്ടിലെത്തിയതിന് ശേഷം അമ്മ ഫോൺ ചെയ്തു എന്നാണ് പറയുന്നത്. എന്താണ് ഇതിൽ സംഭവിക്കാൻ സാധ്യതയുണ്ടാവുക? ഈ തൃപ്പൂണിത്തുറ മുതൽ ആലുവ വരെയുള്ള ഭാഗത്താണ് കുട്ടിയെ നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നഷ്ടപ്പെടാനുള്ള സാധ്യതയുള്ളത്, അല്ലേ? ഡോക്ടർ അരുൺകുമാർ, ഈ കുട്ടിയുടെ കല്യാണി എന്ന് പറയുന്ന 3 വയസ്സുള്ള കുട്ടിയുടെ അമ്മയുടെ മൊഴികളിൽ ചില പൊരുത്തക്കേട് പ്രാഥമികമായി പോലീസ് സംശയിക്കുന്നുണ്ട്. ഇത് ചിലപ്പോൾ സ്വാഭാവികമായും ആ ഒരു ട്രോമയിൽ നിന്ന് ഉണ്ടായതായിരിക്കാമെന്നും പോലീസ് പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കൂടുതൽ വിശദമായ തരത്തിൽ എവിടെ വെച്ചാണ് കുട്ടിയെ കാണാതായത് തുടങ്ങിയ കാര്യങ്ങളൊന്നും തന്നെ പോലീസിന് കൃത്യമായി ലഭിച്ചിട്ടില്ല. എന്തായാലും ഈ തിരുവാങ്കുളം ആലുവ മേഖലയിലൊക്കെ തന്നെ പോലീസ് അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഏതാണ്ട് 2 മണിക്കൂറിലേറെയായി ഈ മേഖലയിൽ പോലീസ് പരിശോധന നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് ആലുവ ബസ് സ്റ്റാൻഡ്, അതോടൊപ്പം തന്നെ റെയിൽവേ സ്റ്റേഷൻ അടക്കമുള്ള മേഖലകളിൽ പോലീസ് വിശദമായി തന്നെ പരിശോധിക്കുന്നുണ്ട്. ഈ അവിടെയുള്ള ഈ ആ റൂട്ടിൽ ഓടുന്ന ബസ്സുകളിലും കൃത്യമായ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇങ്ങനെ ഒരു കുട്ടി ഈ ഏതെങ്കിലും ബസ്സിൽ കയറിയിട്ടുണ്ടോ, അവർ എവിടെയാണ് ഇറങ്ങിയത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ പോലീസ് അന്വേഷിക്കുന്നുണ്ട്. പരമാവധി അവിടെയുള്ള പ്രാദേശിക വാട്സപ്പ് ഗ്രൂപ്പുകളിലടക്കം ഈ കാര്യങ്ങളൊക്കെ തന്നെ പോലീസ് ഷെയർ ചെയ്യുന്നുമുണ്ട്. അത്തരത്തിൽ ഈ കുട്ടിയെ എത്രയും പെട്ടെന്ന് കണ്ടുപിടിക്കുകയാണ് പോലീസിന്റെ ലക്ഷ്യം. 3 വയസ്സ് മാത്രമാണ് പ്രായം. ഏതാണ്ട് 3:30-ക്കാണ് കുട്ടിയെ അമ്മ കൂട്ടിക്കൊണ്ടു പോകുന്നത്. പക്ഷേ ഈ കുട്ടിയെ കാണാതായി എന്നറിയുന്നത് ഏതാണ്ട് 6 മണിക്ക് ശേഷം മാത്രമാണ്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഈ മേഖലയാകെ പോലീസ് ഒന്നടങ്കം ഇപ്പോൾ തിരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ ആലുവയിൽ നിന്ന് മറ്റ് ഭാഗങ്ങളിലേക്ക് പോകാനുള്ള സാധ്യതയും പോലീസ് തള്ളിക്കളയുന്നില്ല. എന്തായാലും അമ്മയുടെ മൊഴിയിൽ നിന്ന് പരമാവധി വിശദാംശങ്ങൾ എടുക്കുക എന്നതാണ് പോലീസിന്റെ ലക്ഷ്യം. അത്തരത്തിലുള്ള അമ്മയിൽ നിന്ന് മൊഴി എടുക്കുന്നുമുണ്ട് പോലീസ്. അതോടൊപ്പം തന്നെ ഈ അച്ഛനെയും കൂട്ടി ഈ പോലീസ്, പുത്തൻകുരിശ് പോലീസ് അടക്കം ഈ ആലുവ അടക്കമുള്ള മേഖലകളിലേക്ക് എത്തി അവിടെയൊക്കെ തന്നെ പരിശോധന നടത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഇതുവരെ അത്തരം ഒരു സൂചനയൊന്നും തന്നെ ലഭിച്ചിട്ടില്ല എന്നാണ് പോലീസ് അറിയിക്കുന്നത്. അരുൺകുമാർ. ഓക്കെ, നമുക്ക് കൂടുതൽ വിവരങ്ങളിലേക്ക് വളരെ പെട്ടെന്ന് മടങ്ങി വരണം. തിരുവാങ്കുളത്ത് നിന്നും ആലുവ ഭാഗത്തേക്ക് പോയ കുഞ്ഞിനെയാണ് ഇപ്പോൾ കാണാതായിരിക്കുന്നത്. അമ്മ വീട്ടിലെത്തിയതിനു ശേഷമാണ് ബസ്സിൽ വെച്ച് കുഞ്ഞിനെ നഷ്ടപ്പെട്ടു പോയി എന്ന് പറഞ്ഞിരിക്കുന്നത്. അമ്മയുടെ മൊഴിയിൽ വൈരുദ്ധ്യമുണ്ട് എന്നുള്ളതാണ് പോലീസിന്റെ നിഗമനം.